സോ ഗൈസ്, ഞാൻ ഇന്നൊരു സന്തോഷ വാർത്തയാണ് വന്നേക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോകണം. ആദ്യം തന്നെ നമുക്ക് പോയി ഷിൻചാനെ സ്കൂൾ ബസ്സിൽ നിന്ന് വിളിച്ചിട്ട് വരാം. അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടാണ് പറയണത്. നമുക്ക് പെട്ടെന്ന് കാറിൽ കയറിയിട്ട് അവനെ പോയി വിളിച്ചിട്ട് വരാം സ്കൂളിൽ നിന്ന്. ഇന്നവൻ നല്ലതായിട്ട് സന്തോഷപ്പെടുന്ന ദിവസമാണ്. കാരണം നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പോണത്. നമ്മൾ ഒറ്റയ്ക്കല്ല പോകണം. ഞാൻ ഷിൻചാനും മാത്രമല്ല പോകണത്. നമ്മളവിടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ഒന്ന് ഗസ് ചെയ്തൊക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിങ്കോസ് എന്ന മനുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ മനുണ്ട് കൂടെ. ഷിൻചാനെ എൻ്റെ ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പോൾ ഡൊമിങ്കോസും കൂടി മനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ തുള്ളി ചാടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ നമുക്ക് അവനെ ഷിൻചാനെ പോയി വിളിക്കാം. ആദ്യം നമുക്ക് സീരിയസ് ആയിട്ട് ഇരിക്കണ പോലെയൊക്കെ അഭിനയിക്കുക. എന്നിട്ട് അവരെ ഈ സർപ്രൈസ് ആക്കിപ്പിക്കുക. എൻ്റെ ബസ് എടുത്ത സ്ഥലം ഞാൻ മറന്നുപോയി. ഇല്ല ഞാൻ മറന്നു പോയിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഷിൻചാൻ്റെ ബസ് എടുത്ത സ്ഥലം മറന്നുപോയ പിന്നെ ഞാൻ എന്തിനാണ് അവൻ്റെ ഗാർഡിയനാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഷിൻചാൻ്റെ ബസ് എടുത്ത സ്ഥലം അയ്യോ സീനില്ല ഒന്നുമില്ല അറിയാതെ വന്നിട്ട് സീനില്ല. സീനില്ല ഗൈസ്, അറിയാതെ പറ്റിയാണ്. ഇവിടെയാണ് ഷിൻചാൻ്റെ ബസ് നിർത്തുന്ന സ്ഥലം. ഈ സ്ഥലത്താണ്. നമുക്ക് ഇറങ്ങി ഷിൻചാനെ പോയി വെയിറ്റ് ചെയ്യാം. ഇറങ്ങി വെയിറ്റ് ചെയ്യാം. സോ ഷിൻചാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ അവനോട് പറഞ്ഞത്. പെട്ടെന്ന് വണ്ടി കയറാനൊക്കെയാണ് പറഞ്ഞത്. ചെറുക്കൻ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. എന്നിട്ടാണ് അവനോട് ഈ കാര്യം പറയാൻ. അത് പറയുമ്പോഴേക്കും സോറി, ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ. എനിക്കൊരു 100 എത്തിച്ചാലും മരുന്ന് മേടിക്കാനുള്ള കാശ് കിട്ടുള്ളൂ. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാശില്ല. നമുക്ക് വേറെ ഒന്നും ഒരു പരിപാടി നടക്കില്ല. പെട്ടെന്ന് തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചാൽ എനിക്ക് മരുന്ന് മേടിക്കാൻ പറ്റും കാശ്. ഒന്ന് എത്തിച്ച് തന്നെ ഉണ്ടോ. ഭയങ്കര ചുമയാണ് കാശ്. അയ്യോ സീനില്ല ചേട്ടാ. സോറി മരുന്ന് പരിഹാരമൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്തോളാം. എനിക്കറിയാം. ഒന്നും പറ്റിയിട്ടില്ല. ഡയപ്പാണ് അവിടുത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. എൻ്റെ ആയിരിക്കണം പൈസ മൊത്തം അവർ കാണും. അത് കാരണമാണ് ഈ ദരിദ്രവാസിയായി പോയത്. നമ്മളെ വീട് എത്താറായിട്ടുണ്ട്. ഇടിക്കില്ലേ. സീനില്ല. ഡോറൊന്നും പറഞ്ഞു പോയില്ലല്ലേ. വീടും കഴിഞ്ഞ് പോയി ഗൈസ്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് കൊള്ളാല്ലേ? എന്ത് പറയാനാ ഗൈസ്. പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. സീനില്ല. വീണ്ടും ഉള്ളിലേക്ക് പോവാം. വീണ്ടും ഉള്ളിൽ കയറ്റി ഷിൻചാനോട് പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയാം ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യണോ? വേണ്ട. നമുക്ക് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇടാം. നമുക്ക് ഇറങ്ങിയിട്ട് ഷിൻചാനോട് പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയാം. ഷിൻചാനെ പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി ഫ്രാങ്ക്ലിൻ ബൈ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സഹായിച്ച കാരണം എനിക്ക് എൻ്റെ റോൾസ് റോയ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കാർ കളക്ഷനായിട്ട് റോൾസ് റോയ്സ് ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, പിന്നെ സൂപ്പർമാൻ്റെ മോൺസ്റ്ററൊക്കെ ഉണ്ട്. നിങ്ങൾ ഹാപ്പിയാണ്. ഇപ്പം ഞാനും ഹാപ്പി. പറ്റുന്നുണ്ട്. അവനോട് പെട്ടെന്ന് കാര്യം പറയാം. എടാ സീരിയസ് മാറ്റർ ഒന്നുമല്ല. നീ ഇപ്പം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം നടക്കാൻ പോവാ. നീ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ സിറ്റിയിലേക്ക് ട്രിപ്പ് പോകണം. ഇത് നമുക്ക് ട്രിപ്പൊക്കെ അടിച്ച് പൊളിക്കണ്ട ഷിൻചാനെ. അതൊക്കെ ശരി. നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകണം. നമ്മളോട് ആരെങ്കിലും വരണ്ട ഫ്രാങ്ക്ലിൻ? ആരെയും വരണ്ടോന്നോ? നീ ആഗ്രഹിച്ചെന്ന് ഒരാളാണ് വരാൻ പോണേ. എന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിങ്കോസ് ബ്രോ, എൻ്റെ ബെസ്റ്റ്. ഡൊമിങ്കോസോ? ഈ ട്രിപ്പ് നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കണം. പാട്ടൊക്കെ ഇട്ട് നമുക്ക് സൂപ്പറായിട്ട് പോകണം കേട്ടോ. ഈ ട്രിപ്പ് എന്തായാലും നമുക്ക് പൊളിച്ചടക്കണം ഫ്രാങ്ക്ലിൻ ബൈ. ഷിൻചാൻ, നമുക്ക് ഈ ട്രിപ്പ് എന്തായാലും അടിച്ച് പൊളിക്കണം. എന്നാൽ ഞാൻ ഡൊമിങ്കോസിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഡൊമിങ്കോസ്, ഞാൻ ട്രിപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ കാറിന് എനിക്ക് ബസ് കൊടുക്കുന്ന ലൊക്കേഷൻ അറിയോ? നീ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാനത് പറഞ്ഞു തരും. ശരിയടാ, നീ പറഞ്ഞു തരുമല്ലേ? പ്രാങ്കൊന്നും ചെയ്യാതെ ഞാൻ സത്യസന്ധമായിട്ടാണ് പറയണേ. ഞാൻ പ്രാങ്കൊന്നും ചെയ്യില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയണം. നീ പറയണം പോലെ
പ്രാങ്ക് ചെയ്യില്ലല്ലോ. ഓ ഞാൻ സത്യസന്ധമായിട്ടാണോ പറയണേ? ഓ അപ്പോൾ ഗൈസ് ഇന്ന് കോളടിച്ചില്ല. നമ്മുടെ ഡൊമിങ്കോസ് ബ്രോയ്ക്ക് ഏതോ കൊമ്പനാണെന്ന് തോന്നണം. ഏതോ ബസ്സൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവാം. ചുമയാണ് ഗൈസ്. ഷിൻചാനും ചെറുതായിട്ട് ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് എൻ്റെ ഒന്ന് പകർന്നു തുടങ്ങിയത് ഗൈസ്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് എനിക്ക് ഈ ചുമയും ജലദോഷമൊക്കെ മാറുള്ളൂ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഞാനിനി സ്പീഡിലാണ് പോകാൻ പോകുന്നത്. മിക്കവാറും ഞാൻ എവിടെയെങ്കിലും ഇടിച്ച് കയറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. ഈ വഴിയാണ് ഇപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. അയ്യോ ഡോറ് പോയി. അവൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡോർ അടിച്ചു പോയി. ഇനി അവൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ഡോറും അടിച്ച് പൊക്കോളും മിക്കവാറും. അവൻ പുതിയ വീടൊന്നും എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ വിളിച്ച് ട്രിപ്പിന് പോണത്. ഇതെല്ലാം എൻ്റെ ചിലവിലാണെന്ന് പറഞ്ഞ കാരണമായിരിക്കും അവൻ വന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശെങ്കിലും ഞാൻ മേടിക്കും. അല്ല അവൻ്റെ എല്ലാം എൻ്റെ ചിലവിൽ അങ്ങനെ അവൻ ചോദിക്കണ്ട. പക്ഷേ അവന് വീട്ടിൽ എത്തുന്നുണ്ട്. ഈ വീട് പ്രത്യേകമുണ്ട്. ഇത് ഈ ഗേറ്റില്ലേ, ഇത് സെൻസർ ഗേറ്റാണ് ഗൈസ്. ഇത് ആൾക്കാർ വന്ന് ഈ സെൻസ് ചെയ്ത് തുറക്കും. ദേ കണ്ടല്ലോ ഗൈസ്, സെൻസ് ചെയ്ത് തുറക്കും. നമ്മൾ പതിയൊക്കെ എത്തണം, അല്ലെങ്കിൽ സാധനം ഊരിപ്പോരും. പത്തിയൊക്കെ എത്തി നമുക്കപ്പോൾ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. അവനെന്ത് പറയുമോ എന്തോ ദൈവത്തിനറിയാം. എവിടെയാണോ വെച്ചേക്ക് ഫോൺ ചോദിച്ചിട്ടു. എനിക്ക് തോന്നുന്നു ഗൈസ് അവൻ എന്തോ ധൃതിയും കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ധൃതിയാണ്. എനിക്ക് തോന്നണം അവന് പുതിയ ഡ്രസ്സ് മേടിക്കാനാണെന്ന്. കാരണം അവൻ എവിടെയും ട്രിപ്പൊന്നും പോകാറൊന്നുമില്ല. കാരണം അവൻ്റെ കയ്യിൽ കാശില്ല. അതാണ് ധൃതി പിടിച്ച് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിട്ടേക്കണം ഗൈസ്. ഈ ലൊക്കേഷൻ കാണിക്കുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടൊന്നും പോണില്ല. കാരണം ഷിൻചാൻ ഒറ്റക്കാണ്. ഞാൻ അവൻ്റെ അടുത്ത് ഇവന് വീട്ടിൽ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണം. വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും അവൻ അറിയാൻ ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ ഷിൻചാൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ നല്ല പണിയാളും. അവൻ കിടന്ന് കരയും ഗൈസ്. അവനെ കരയിക്കാതിരിക്കുന്നതാണല്ലോ നമ്മുടെ മെയിൻ ദൗത്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വിടാം. ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. പക്ഷെ നമ്മൾ ഈ വട്ടം സംസാരിച്ച് സ്പീഡ് വന്നാലും ചോദിക്കും പോയില്ലെന്ന് ഡൗട്ടൊക്കെ അടിക്കും കേട്ടോ ഗൈസ്. പറയാൻ പറ്റില്ല. ഷിൻചാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. പെട്ടെന്ന് നമുക്ക് ഷിൻചാൻ്റെ അടുത്തേക്ക് പോകാൻ ധൃതി പിടിച്ചാണ് പോണത്. അവിടെ ഇവിടേക്ക് ഇടിച്ച് കയറും ഗൈസ്. ഷിൻചാൻ്റെ ഓർത്താണ് ഈ ധൃതിയൊക്കെ നമ്മൾ കാണിക്കണത്. നമുക്ക് പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ പെട്ടെന്ന് പോവാം. അപ്പോൾ ഷിൻചാൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കയറി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാം. ഇത് നമ്മുടെ സാധാരണ കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ല കേട്ടോ. ഇത് പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഒരു മാള് പണിയ കൺസ്ട്രക്ഷൻ സൈറ്റാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആ മോളിൽ ഷോപ്പിങ്ങിന് പോകണം. ആ വീഡിയോ ഉടനെ വരും. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. കാരണം ഈ ചുമയാണ് ഗൈസ്. എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസമൊക്കെ എടുക്കുള്ളൂ. എന്തായാലും ഷോപ്പിങ്ങിനുള്ള വീഡിയോ എന്തായാലും ഉണ്ടാകും ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാം. അവൻ ബസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൊമ്പനൊക്കെയാണെന്ന്. അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ ചീറ്റ് ചെയ്യാറില്ല. ഇതുവരെയായിട്ട് അങ്ങനെ ചീറ്റ് ചെയ്ത ചരിത്രമില്ല. ഇന്ന് ചിലപ്പോൾ ആ ചരിത്രമൊക്കെ അവൻ മിക്കവാറും മാറ്റിയെഴുതാൻ ചാൻസ്. സീനില്ല തെറി വിളിക്കില്ലേ. സീനില്ല ഗൈസ്. ചേട്ടൻ തെറിയൊന്നും വിളിച്ചില്ല. കാരണം നമ്മൾ അപ്പം തന്നെ എസ്കേപ്പായി വരും. ഇതാണ് നമ്മൾ നിന്ന് പോലും ഇല്ല. ഇതാണ് അവൻ്റെ വീട്. അവൻ്റെ വീടിൻ്റെ നേരെ പോണ ലൊക്കേഷൻ അവൻ ഇട്ടേക്കണത്. നമുക്ക് പെട്ടെന്ന് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ സൈറ്റ് പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റ് നല്ല ദൂരെയാണ് കേട്ടോ. ഇപ്പം അടുത്തായി. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇടിച്ചിടിച്ച് സീല എല്ലാമൊക്കെ റെഡിയാക്കി എടുക്കാം. എന്തായാലും ഇന്ന് ഞാൻ എല്ലാ കാശും പൊട്ടിക്കും. ഷിൻചാന് പോയി ഡ്രസ്സ് എടുക്കും. ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഇതല്ലല്ലോ. ഇതല്ല നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റ്. അതാണ് പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഇത് നിങ്ങൾക്കറിയാം. ഞാൻ ലെംബോർഗിനി അടുത്ത് ഏറിക്ക് വെച്ച കൺസ്ട്രക്ഷൻ സൈറ്റാണ് ഇതെന്ന്. സോറി ഭയങ്കര ചുമയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചുമ കാണുള്ളൂ. ഇതിൻ്റെ ഓപ്പണിങ് എവിടെ ഗൈസിൻ്റെ ഓപ്പണിങ് കാണില്ലല്ലോ. ഓപ്പണിങ് ഇല്ലേ ഇന്ന്? ഇവിടെയാണോ? ഞാൻ കാണാതെ പോയ സ്ഥലമാണോ? അല്ലല്ല, ഓപ്പണിങ് ഇല്ല ഗൈസ്. നമ്മൾ മതിലാടി പോകേണ്ടി വരും.
അല്ലാണ്ട് ഇവിടെ ആരെങ്കിലും കണ്ട അപ്പം തന്നെ പോലീസ് ഇൻഫോം ചെയ്യുന്ന പോലീസ് കണക്കാണ്. ബീച്ച് സൈഡ് ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണല്ലേ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഓപ്പണിങ് ആ ഭാഗത്താണ്. കൺസ്ട്രക്ഷൻ സൈറ്റ് ഇവിടെയാണല്ലേ. നമ്മുടെ ബസ് ഇവിടെ ഉണ്ടാ. നമുക്ക് കാറേര അകത്തേക്ക് എത്തിക്കൊണ്ട് പോകാം ഗൈസ്. വേഗം എടുക്കണം നമ്മളെ ബസ്. ഇനി പോയി ഇടിക്കാതിരുന്നാ മതി. ഇടിക്കല്ലേ ഇടിച്ചിടിച്ച് സീനില്ല. അതൊക്കെ പോട്ടെ, സിറ്റിയിലുള്ള ബസ്സല്ലേ. എടാ ഇവന് ഇതാണോ കണ്ടുപിടിച്ചത്? കുഴപ്പമില്ല ഗൈസ്. നമുക്ക് മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് സാധനം മോഡിഫൈ ചെയ്തെടുക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്. ഇന്ന് ഞാൻ ഇത്ര ചെയ്യുള്ളൂ ഗൈസ്. കാരണം എനിക്ക് ഇന്ന് ഇത്ര വെച്ചോളൂ. ഞാൻ നന്നായിട്ട് ടയർഡായിട്ടുണ്ട് ഗൈസ്. ബാക്കി കാണുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഗൈസ്. നാളെ എന്തായാലും ട്രിപ്പിൻ്റെ വീഡിയോ ഉണ്ട്.